മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടിലെ പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിൽ അറസ്റ്റിലായ ഭർത്താവ് സിറാജുദ്ദീനുമായി പോലീസിന്റെ തെളിവെടുപ്പ്. മരണം സംഭവിച്ച ചട്ടിപ്പറമ്പിലെ വീട്ടിലെത്തിച്ചായിരുന്നു തെളിവെടുപ്പ്. ശ്വാസം മുട്ടി മരിച്ച വയോധികയുടെ മൃതദേഹം കൊണ്ടുപോകാനുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് സിറാജുദ്ദീൻ ആംബുലൻസ് വിളിച്ചതെന്ന് ഡ്രൈവർ അനിൽ 24-നോട് പറഞ്ഞു. ആലപ്പുഴ സ്വദേശി സിറാജുദ്ദീനെതിരെ നരഹത്യാ കുറ്റം ഉൾപ്പെടെയാണ് ചുമത്തിയിരിക്കുന്നത്. കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത പ്രതിയെ 4 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. മരണം സംഭവിച്ച ചട്ടിപ്പറമ്പിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മൃതദേഹം കൊണ്ടുപോയ ആംബുലൻസ് പെരുമ്പാവൂരിലെ വീട് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. യുവതിയുടെ ആദ്യ പ്രസവം ഒഴികെ 3 പ്രസവങ്ങളും വീട്ടിൽ വെച്ച് തന്നെയാണ് നടന്നതെന്ന് പോലീസ് കണ്ടെത്തി. ആത്മീയ കാര്യങ്ങളിൽ കൂടുതലായിട്ടുള്ള താല്പര്യങ്ങളൊക്കെ ഉള്ള ആളാണ് അയാൾ. അത്തരത്തിലുള്ള റീസൺസാണ് അതിന് പ്രൈമറിലി പറയുന്നത്. അത് ആ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഇതിന് മുന്നത്തെ 2 ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 3ാമത്തേതും ചെയ്തതെന്നുള്ളതാണ് പറയുന്നത്. ഇക്കഴിഞ്ഞ 5 വൈകിട്ട് 6 മണിയോടെ വീട്ടിൽ പ്രസവിച്ച അസ്മ മരിച്ചത് രാത്രി 9 മണിയോടെയാണ്. പുലർച്ചെ 3 മണിയോടെ ആംബുലൻസ് വിളിച്ചു. ശ്വാസം മുട്ടി മരിച്ച വയോധികയുടെ മൃതദേഹം കൊണ്ടുപോകാനുണ്ടെന്നാണ് ആംബുലൻസ് ഡ്രൈവർ അനിലിനെ അറിയിച്ചത്. തുണിയിലും പായയിലും പൊതിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം. നമുക്ക് ഏകദേശം 2:30 ടൈമിലാണ് കോള് വരുന്നത്. കോള് വന്നപ്പോൾ നമ്മളോട് പറഞ്ഞു എറണാകുളം ഭാഗത്തേക്ക് ഒരു ബോഡി കൊണ്ടുപോകാനുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ചോദിച്ചു എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചു. പറഞ്ഞു പ്രായം ചെന്ന ഒരാളാണ്, പിന്നെ ശ്വാസം മുട്ട് പറ്റി മരണപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾ ചെന്നപ്പം കാണുന്ന കാഴ്ച കട്ടിലയിൽ ബോഡി തുണിയിൽ പൊതിഞ്ഞ് പായിൽ പൊതിഞ്ഞ് കിടക്കുന്ന ഒരു കണ്ടീഷനാണ് ഞങ്ങൾ കണ്ടത്. സംഭവത്തിൽ പങ്കുള്ള കൂടുതൽ പേരെ കേസിൽ പ്രതി ചേർക്കാനാണ് പോലീസ് നീക്കം. 24 മലപ്പുറം.